എല്ലാവർക്കും നമസ്കാരം. ദേശീയ ന്യൂസ് സൺഡേ മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേ മൂവി റിവ്യൂ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന സിനിമകൾക്ക് സൺഡേ വരെയുള്ള റിവ്യൂവേഴ്സിന്റെ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ടുള്ള ഒരു അവലോകനമായിട്ടാണ് സൺഡേ മൂവി റിവ്യൂ സാധാരണ ചെയ്യാറ്. എന്നാൽ ഈ പ്രാവശ്യം ഇന്ന് ഫ്രൈഡേ ഡിയസ് ഇറെ എന്നുള്ള പ്രണവ് മോഹൻലാലിന്റെ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത സിനിമ കണ്ടപ്പോൾ സൺഡേ വരെ വെയിറ്റ് ചെയ്യാൻ തോന്നിയില്ല. വെള്ളിയാഴ്ച തന്നെ, അതായത് ഫസ്റ്റ് ഡേ തന്നെ ഇതിന്റെ റിവ്യൂ സ്വയം ചെയ്യണം എന്ന് തോന്നി. മറ്റുള്ളവരുടെ റിവ്യൂസ് എന്ത് പറയുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സിനിമയെ വിലയിരുത്തണം എന്ന് തോന്നി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുരേഷ് UPRS. ഡിയസ് ഇറെ, ഇത് നമ്മൾ ഈ പേര് മാറ്റി വെച്ചിട്ട് ഈ സിനിമയുടെ ഉള്ളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു സിനിമ ഫോളോ ചെയ്യുക എന്ന് പറയും. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ നമ്മൾ ഈ സിനിമയുടെ ഒപ്പം തന്നെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ഈ സിനിമ കൂടുതൽ ആസ്വാദ്യകരമാവുള്ളൂ. സിനിമയുടെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബോധ്യപ്പെടുകയും അങ്ങനെ കുറച്ചുകൂടി സിനിമയെ മനസ്സിലാക്കിക്കൊണ്ട് സിനിമയുമായി ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ സിനിമ തിയേറ്ററിൽ നന്നായി നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ സാധാരണ സിനിമ കാണുന്ന പോലെ ഒരു കഥാപരിസരമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. സ്ട്രെയിറ്റ് ടു ദാറ്റ് ഒരു ഇന്റർനാഷണൽ സ്ക്രിപ്റ്റ് ആണിത്. അനാവശ്യമായ ഒരു പാട്ടോ തമാശയോ ഒന്നും തന്നെ ഈ സിനിമയിലില്ല. യാതൊരുവിധ വേസ്റ്റോ ഒന്നും കളയാനില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാണാം, മണിച്ചിത്രത്താഴ് സിനിമയില് മേൽപ്പാടൻ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ധാരാളം സമയം എടുക്കുന്നു. അതായത് 1-2 പ്രാവശ്യം മേൽപ്പാടൻ വരാൻ പോകുന്നു, മേൽപ്പാടൻ ഇപ്പോൾ വരും, പിന്നെ മേൽപ്പാടൻ വരില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ മേൽപ്പാടം വരുന്നു. അങ്ങനെ ഒരു കഥാപാത്രം സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് കാണിക്കുന്ന ബിൽഡപ്പ് ഒന്നും ഡിയസ് ഇറെ എന്നുള്ള സിനിമയിലില്ല. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം വളരെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് നമ്മളുടെ പ്രേക്ഷകരുമായി പരിചിതരാകുന്നത്. പ്രണവ് മോഹൻലാലിന്റെ കഥാപാത്രം പോലും ഒരു 30 സെക്കൻഡുകൾ കൊണ്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത്രത്തോളം സ്ട്രെയിറ്റ് ടു ദ മൂവി, സ്ട്രെയിറ്റ് ടു ദ കണ്ടന്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഇന്റർനാഷണൽ സ്ക്രിപ്റ്റിംഗ് ആണെന്ന്. ഞാൻ പറഞ്ഞല്ലോ മേൽപ്പാടന്റെ കാര്യം. അതുപോലെ ഇതിന്റെ അകത്ത് പാരലായിട്ടൊരു കഥാപാത്രമുണ്ട്. അതിനോടൊന്നും താല്പര്യമില്ലാത്ത, അതല്ലെങ്കിൽ അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും സഹായിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു കഥാപാത്രം, എന്നാൽ സിനിമയുടെ ആവശ്യകത അനുസരിച്ചിട്ട്, അതല്ലെങ്കിൽ സിനിമയുടെ ആവശ്യമുള്ളൊരു സമയത്ത് ആ കഥാപാത്രം ആ സിനിമയിലേക്ക് എൻട്രി ചെയ്യുകയാണ്. അതല്ലെങ്കിൽ ആ പ്രണവ് മോഹൻലാൽ ചേർന്നുകൊണ്ട് ഈ സിനിമയുടെ മുഖ്യധാരയിലേക്ക് വരികയാണ്. ഇതിനൊന്നും അധികം സമയമെടുക്കുന്നില്ല. വളരെ സ്വാഭാവികമായിട്ട് ഇതെല്ലാം സംഭവിക്കുന്നു. അത് തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റിംഗിന്റെ ഏറ്റവും വലിയ മികവ്. ഇതിന്റെ കഥാപാത്രങ്ങൾ അവര് ആവശ്യമുള്ളിടത്ത് മാത്രം പ്രവർത്തിക്കുന്നു. ഈ കഥയ്ക്ക്, സിനിമയ്ക്കും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സിനിമയിൽ എഴുതി വെച്ചിട്ടുള്ളൂ. ഒരു അനാവശ്യമായി ഒരു ചെറിയ കഥാപാത്രം പോലും വന്നു പോകുന്നില്ല. കൃത്യമായി ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും തന്നെ ഈ സിനിമയിലില്ല. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഈ സിനിമയുടെ ആവശ്യമനുസരിച്ച് കഥാപരിസരത്തോട് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് നടത്തിയിരിക്കുന്നത്. വളരെ കൈയടക്കത്തോടുകൂടി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് കുറച്ചുകൂടി പ്രേക്ഷകനെ സ്വയം ചിന്തിക്കാനും കഥാപാത്രത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കഥാപാത്രത്തിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾക്ക് സ്വയം സഞ്ചരിക്കുവാനുള്ള ഒരു അവസരവും നമുക്ക് ഈ സിനിമ സമ്മാനിക്കുന്നുണ്ട്. രോഹൻ ശങ്കർ എന്ന ഒരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ട് ഇതുവരെ കരിയർ ചെയ്തതിൽ നിന്നും ഏറ്റവും മുകളിൽ നിൽക്കുന്ന, വളരെയധികം ഇമ്പ്രൂവ്മെന്റോടുകൂടി അത് ആ സിനിമയുടെ കഥയുടെയും ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഭാവതലങ്ങളിലേക്ക് കൃത്യമായി തന്നെ പ്രണവ് മോഹൻലാൽ വളരെയധികം വ്യത്യാസത്തോടു കൂടിയാണ് ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ മെച്യൂരിറ്റിയോടുകൂടി. സാധാരണ നമ്മൾ ഹൃദയം എന്ന സിനിമയിൽ നിന്ന് ഡിയസ് ഇറെ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ പ്രണവ് മോഹൻലാലിന്റെ ആ ഒരു ഗ്രാഫ്, ആ വളർച്ച, ആ വ്യത്യസ്തത ശരിക്കും അവിശ്വസനീയം തന്നെയാണ്. പ്രണവ് മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തോടൊപ്പം മധു എന്നൊരു കഥാപാത്രം കൂടെ ഈ മുഖ്യധാരയിലേക്ക് വരുന്നുണ്ട്. ആ കഥാപാത്രം ഇതിലേക്ക് വരുന്നത് അദ്ദേഹത്തിന് യാതൊരുവിധ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ആ സിനിമയുടെ ഡിമാൻഡ് അനുസരിച്ച് അദ്ദേഹം സിനിമയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കഥാപരിസരത്തേക്ക് അദ്ദേഹം എത്തപ്പെടുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കഥയുടെ മുഖ്യധാരയിലേക്ക് അദ്ദേഹം ഇഴുകിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഒരു വലിയ കഥാപരിസരമോ അതല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയൊന്നുമല്ല. പക്ഷേ ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയും കൂടിയാണ്. വളരെ സൈലന്റ് ആയിട്ട് ഒരു മിഷൻ നമ്മുടെ ഈ സിനിമയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ തിയേറ്ററിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാതെ ഈ സിനിമയിൽ കൂടുതൽ ഇൻവോൾവ് ആകാൻ ശ്രദ്ധിക്കുക. കാരണം സൈലൻസ് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സൈലൻസ് ഈസ് ആൾസോ എ മിഷൻ. അതാണ് ഡിയസ് ഇറെ എന്ന് പറയുന്ന സിനിമ. പ്രണവ് മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തോടൊപ്പം മധു എന്നൊരു കഥാപാത്രം കൂടെ വരുന്നുണ്ട്. ഒരുപക്ഷെ ആ കഥാപാത്രം നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സിദ്ദിഖിനെ ഇപ്പോൾ ഒരു വലിയ നടനെ വെച്ച് ചെയ്യിക്കാൻ പറ്റിയൊരു കഥാപാത്രമാണ്. പക്ഷേ അത്രയ്ക്കൊന്നും ഇതില്ലാതെ തന്നെ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ആ
സിനിമയിലെ കഥാപാത്രത്തിനാണ് പ്രാധാന്യം. ആ കഥാപാത്രത്തിലേക്ക് അയാളെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് ഈ മുഖ്യധാരയുടെ സിനിമയുടെ സഞ്ചാരപഥത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അതായത് ഗ്ലാമർ ആയിട്ടുള്ള കഥാപാത്രത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ, അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്താതെ കഥാപാത്രത്തിന്റെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് വളരെ സാധാരണമായ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ഈ മധു എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്യിപ്പിച്ചിരിക്കുന്നത് തന്നെ ഇതിന്റെ ഒരു ബ്രില്യൻസ് ആണ്. ഈ സിനിമയിൽ പ്രണവ് മോഹൻലാലിന്റെ ക്യാരക്ടർ വെറും 30 സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേക ഭാഗത്ത് പ്രണവ് മോഹൻലാൽ മധു എന്ന കഥാപാത്രവുമായിട്ട് ഒരു കഫ്റ്റീരിയയിൽ കണ്ടുമുട്ടുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ടു ദ പോയിന്റ് കാര്യങ്ങൾ പറയുകയും ആ കഫ്റ്റീരിയ കാണിക്കുമ്പോൾ തന്നെ പ്രേക്ഷകനിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വേറെ യാതൊരുവിധ ഗിമ്മിക്കുകളും ഇല്ലാതെ കഫ്റ്റീരിയയുടെ പടം കൊടുത്ത് അതിലേക്കുള്ള എൻട്രിയോ, അതല്ലെങ്കിൽ കുറെ ആളുകൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം കാണിക്കുകയും പിന്നീട് അവിടെ അങ്ങനെയൊന്നും അതൊന്നും ഇല്ലാതെ തന്നെ ആ മധു എന്ന കഥാപാത്രത്തെയും പ്രണവ് മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തെയും കാണിക്കുമ്പോൾ തന്നെ ആ കഫ്റ്റീരിയ എന്ന് പറയുന്ന പശ്ചാത്തലം പ്രേക്ഷകന്റെ മനസ്സിലേക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ അല്ല മറ്റ് ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളുടെ ഒന്നും അതിൻ്റെ അകത്ത് 1-2 ആർട്ടിസ്റ്റ് വന്നു പോകുന്നുണ്ട്. അത് സാധാരണ സിനിമയിൽ സംഭവിക്കുന്നതാണ്. അതുപോലും ആവശ്യമില്ലാത്ത രീതിയിൽ ആ പശ്ചാത്തലം, ആ സിനിമയുടെ സിറ്റുവേഷൻ, ആ കഥയുടെ പശ്ചാത്തലം കൃത്യമായ രീതിയിൽ പ്രേക്ഷകനിലേക്ക് സന്നിവേശിക്കപ്പെടുന്നുണ്ട്. ഈ സിനിമയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഈ സിനിമ കാണാൻ നമ്മൾ ധൃതി പിടിക്കരുത്. നമ്മൾ വിചാരിക്കും അയ്യോ ടിക്കറ്റ് ഇല്ല, നല്ല തിയേറ്റർ ടിക്കറ്റ് ഇല്ല, എന്നാൽ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയി ഈ സിനിമ കാണാൻ ശ്രമിക്കരുത്. കാത്തിരുന്ന് നല്ല തിയേറ്ററിൽ തന്നെ സിനിമ കാണണം. കാരണം ഇതിന്റെ കഥാപശ്ചാത്തലത്തെക്കാളേറെ ഈ സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റിയും സൗണ്ട്, ആർട്ട് ഡിസൈനിങ്, പിന്നെ ഇതിന്റെ വിഷ്വൽസ്, കളറിംഗ്, ഇതിന്റെ ജോണർ, ഇതെല്ലാമാണ് സിനിമയെ കൃത്യമായ രീതിയിൽ പ്രേക്ഷകനിലേക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു തിയേറ്ററിൽ കാത്തിരുന്ന് കാണാൻ നമ്മൾ സമയം എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു മോശം തിയേറ്ററിൽ കണ്ട് ഇതിന്റെ പൂർണ്ണമായ ഒരു എക്സ്പീരിയൻസ് ലഭിക്കാതെ പോകുന്നതിനെ നല്ലൊരു തിയേറ്ററിൽ നല്ല സൗണ്ട് ക്വാളിറ്റിയും കളർ സോണും കൃത്യമായ രീതിയിൽ ലൈറ്റിങ്ങും ഒക്കെ പാറ്റേണും എല്ലാം റെസൊല്യൂഷനും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു തിയേറ്ററിൽ കാണണം എന്നുള്ളതാണ് ഏറ്റവും. തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സൈലന്റ് ആയിട്ട് സിനിമ കാണാനുള്ളത് വേണം. കാരണം സിനിമ പൂർണ്ണമായി ഇൻവോൾവ് ചെയ്ത് കാണേണ്ട ഒരു സിനിമയാണ്. ഈ സിനിമയിൽ ഒരു ബംഗ്ലാവ് ഉണ്ട്, പ്രണവ് മോഹൻലാൽ താമസിക്കുന്ന ഒരു വീടാണ്. ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഈ സിനിമയിൽ സംഭവിക്കുന്നതാണ്. അതിന്റെ വലിപ്പം ഈ സിനിമയിൽ ഒരു ഫാക്ടറായിട്ട് വന്നു. ഭൂതകാലം എന്നുള്ള ഒരു സിനിമയിൽ നമ്മൾ കണ്ടതാണ്. ഒരു ചെറിയ വീട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് കൃത്യമായി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് അനുഭവപ്പെടുന്നുണ്ട്. ഭൂതകാലം എന്ന സിനിമയിൽ കാണിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വീടിന്റെ വലിപ്പം, ഒരുപക്ഷെ ഈ ഒരു മുറിയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ മറ്റ് ഭാഗത്തൂടെ എല്ലാം നമ്മളിലൂടെ അതിന്റെ ഒരു എനർജി ചോരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനം ക്ലൈമാക്സിനടുത്ത് ഇത് വേറൊരു വീട്ടിൽ അതൊരു മുറിയിലേക്ക് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ അത് പ്രേക്ഷകന് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അത്രത്തോളം ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ആ കഥാപാത്രം നമ്മളിലേക്ക് വരുന്നുണ്ട്. കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രീതിയിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റും ലൈറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ, അതായത് ഒരു നല്ല തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ആസ്വദിച്ച് അത് നമ്മൾ ശരിക്കും നമ്മുടെ മുമ്പിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലേക്ക് ആണ് ഇതിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു, ഒരിക്കൽ കൂടി പറയുന്നത്, ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമയാണ്. മസ്റ്റ് ഗുഡ് തിയേറ്റർ വാച്ച്. അതായത് നല്ല തിയേറ്ററിൽ തന്നെ ഇത് വാച്ച് ചെയ്യണം. നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാകണം. കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുവാനും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനും പ്രേക്ഷകനും സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമയുടെ അണിയർ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും. പുതിയൊരു റിവ്യൂവുമായി അടുത്ത ആഴ്ച വീണ്ടും വരാം. നന്ദി, നമസ്കാരം.